അതെ, എടി പൊടിയൊന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കും. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാം. എന്നാ പെങ്ങളെ, നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റും. സാറുമാരിപ്പോ പൊക്കെ. അല്ല, അകത്തൊരു ക്രൈമല്ലേ നടക്കുന്നത്. IPC 308. അപ്പൊ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? കഥകും തുറക്ക്. സൗകര്യമില്ല, സാറുമാര് ചെന്നാട്ടെ. അങ്ങനെ പോകാനല്ലടി ഞങ്ങൾ വന്നത്. കഥ തുറക്കും. പെങ്ങന്മാരെ, ഒരു കോംപ്രമൈസ്. അച്ചാവി കിട്ടും. നടക്കില്ല സാറേ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ. ഇനി പ്രൊവോക്ക് ചെയ്യാൻ നിന്നാ ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ട്. സാർമാർ രണ്ടുപേരും തൂങ്ങും. അതോ വേണ്ട വേണ്ട. പെങ്ങന്മാര് റിലാക്സ് ചെയ്തോ. പ്ലീസ് പ്ലീസ്. ഓക്കെ, കുട്ടികൾ ഓക്കെ. സൈനൈഡോ? നിന്നെ എവിടുന്ന സൈനൈഡ്? ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല. എന്തൊരാവേശായിരുന്നു. അത് പിന്നെ സാറേ, നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, സ്ത്രീകളല്ലേ. ഹലോ സാറേ. എടോ, താനെവിടെയാ? ഞാൻ സ്പോട്ടിലുണ്ട് സാർ. CM-ന്റെ PA വിളിച്ചിരുന്നു. ചാടി കയറിയപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതാ ഇൻസ്ട്രക്ഷൻ. പെട്ടെന്ന് അത് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് എന്നാവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. പക്ഷെ ആ സ്ത്രീകള് സൈനൈഡായിട്ട് നിപ്പ്. അതൊക്കെ വെറും ഭീഷണിയാടോ. ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ. എന്നാലും എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തലയിലാവില്ല സാറേ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എന്നാ താൻ പോയി വല്ല ICU എടുക്കടോ. എടോ, അകത്ത് കയറാൻ നിൽക്കണ്ട, അവിടെ സർവൈലൻസ് ഇട്ടാ മതി. ശരി സാർ. അതെ, നിങ്ങളെന്നൂടെ ഡ്യൂട്ടിക്ക് ഇടാ. അയ്യോ സാറേ, അത് പിന്നെ വെറുതെ ഒന്ന് നിർത്താ മതി, നാട്ടുകാരെ കാണിക്കാൻ. മോളിൽ നിന്നുള്ള ഓർഡറാ, മനസ്സിലായാ? ഓ, അപ്പൊ നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണണം, അത്രയല്ലേ ഉള്ളൂ സാറേ. മേഴ്സിയെ, സൈനൈഡ് കേസാ, മറക്കണ്ട, പണി പോവും. അക്ഷിതേ, ഒന്ന് മേഴ്സിനൊന്ന് തണുപ്പിച്ചേട്ടാ. അതൊക്കെ എന്റെ വേറെ നമ്പറിലായിരുന്നു സാർ. ചെന്നിട്ട് 5-6 ഗുളി കഴിക്കേണ്ടതാ. ഇറങ്ങട്ടെന്നാ. ആരും പോയില്ല ഇതുവരെ. പറഞ്ഞു വിടറോ എല്ലാത്തിനും. വണ്ടി വിട്ടോ. ലൈക്സും ഉണ്ട് ഒരുപാട്. ഇത് എവിടെ നിന്നൊക്കെയാ? ജർമ്മനി, UK, US, UAE. നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കയറി. എനിക്കിട്ടാ പോരെ തെറി അല്ലേ? ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മെയിലീഗോ പോയി ചാവൻ പറയാമാരോട്. ഏയ്, നീ ഒരു കമന്റ് കണ്ടോ? 22 ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന്. പേടിയുണ്ടാ? ഞാൻ പിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ. ആ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പോരെ. എങ്കിൽ ചേട്ടായിയോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞേരെ. ആ ശരി, ഞാൻ വെക്കുവാ. എന്റെ അമ്മ ബന്ധുക്കളൊക്കെ വിളിച്ച് ആകെ സീനായി. അവരുടെയൊക്കെ മാനം പോയെന്ന്. ഒരു കണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ. വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കെല്ലാം ഒഴിവാക്കാൻ. ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാ അമ്മ ചോദിക്കുന്നത്. വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാളെ ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി അല്ലേ? ഇനി സെന്റി അടിച്ചാ നമ്മൾ എവിടെ എത്തൂല കേട്ടോ. ഇപ്പൊ അകത്ത് എന്തോ പരിപാടി? എന്നാ പരിപാടി? നിങ്ങൾ ഇതുവരെ പോയില്ലേ? അതെ, വെറുതെ ഞങ്ങക്ക് പണി ഉണ്ടാക്കാതെ സൈനൈഡ് ഇങ്ങെടുത്തേ. ആ, അത് ആവശ്യമുള്ളപ്പോ എടുത്തോളാം. സാറുമാര് വിട്ടോ, ഇന്നിനി റെസ്റ്റാ. നാളെ ലൈവ് തുടങ്ങുമ്പോ വന്നാ മതി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. കൂടുതൽ വെള്ളത്തിൽ എടുത്താലേ എന്റെ തനി സ്വഭാവം നീയൊക്കെ കാണും. എന്നെ നിനക്കൊന്നും അറിയാമല്ലോ. വെറുതെ പ്രഷർ കൂട്ടല്ലേ. സാറ് പറഞ്ഞേച്ചും പോയി ഓർമ്മില്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ ചൂടായി. അല്ല സാറേ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനൊരു ഷീറ്റ് പോലും എടുത്തിട്ടില്ല. എവിടെങ്കിലും ഒക്കെ കിടക്കാന്നേ, അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അല്ല അക്ഷിതേ, ഇവര് ലൈവിൽ പറഞ്ഞതുപോലെ തന്റെ കെട്ടിയോനും വല്ല പരാക്രമം കാണിക്കാറുണ്ടോ? എന്തെങ്കിലും കിട്ടുവേ? പോലീസിന്റെ വില കളയില്ല സാറേ. വേറെ വല്ല സ്റ്റാൻഡേർഡ് ജോക്കും പറ. ചൂടാവാതെ മിസ്റ്റർ, എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ? നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങൾ തെറി പറയരുതല്ലോ. കഴിക്കുക കേട്ടോ. അത് വേണ്ട. ഇന്ന് പ്രിയതമ വാരിത്തരും. ആര്യപുത്രനങ്ങ് കഴിച്ച ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. ഇത് കണ്ടോ ജയൻ സാറേ? അവിടെ അകത്ത് കിടക്കുന്ന ഇപ്പൊ അവര് വിട്ടേക്കുന്നേ.
ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എന്നിട്ട് ഇതങ്ങ് വെട്ടി വിഴുകുക. പിന്നെ ഞാൻ എന്നാ വേണം? അനുഭവിച്ചോട്ടെ, ഞാൻ ഇല്ല ഇതിന്റെ ഇടയില്. പാരമ്പര്യ സൂക്കേടാന്നാ എല്ലാരും പറയുന്നേ. ഇയാളുടെ വക ഇനി എന്താണാവോ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ? അങ്ങേരതൊന്നും അറിഞ്ഞില്ലയോ? അമ്മയെ പേടിച്ചിട്ടാവും വരാത്തത്. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യണ്ടായിരുന്നു ഞാൻ. നാട്ടുകാരെ പേടിച്ച രാജിവെച്ചത്. അച്ഛന്റെ കാര്യം നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി അവന് ജോലി പോവൂടാ. ഒന്ന് നിർത്തുന്നുണ്ടാമേ. അച്ഛൻ പോയി സിതാരിച്ചോട് ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നെ സംസാരിക്കാനാ? അതൊന്നും ശരിയാകില്ല. അച്ഛൻ ഫുഡ് കഴിക്കും. ഞാൻ കഴിച്ചാ? നീ പോയി കിടന്നോ, പോയി കിടന്നോ. കുറെ നേരം ആയല്ലോ അകത്ത്. കെട്ടേച്ചേക്കുമല്ലേ, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാനൊക്കില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്കും. അടങ്ങിക്കിടക്ക്. കുറെ കിടന്ന് തുള്ളിയതല്ലേ. വിവേകേട്ടൻ മര്യാദയ്ക്ക് എടുക്ക്, ഇല്ലെങ്കിൽ വായ കൂടി ഞാൻ മൂടി കെട്ടും. പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ. അതെ, ലേഹ്യമെല്ലാം കഴിക്കണോ വിവേക്? ചോറിനോ? റമ്മില് കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ കസർത്തൊന്നും നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അപ്പൊ പേടിയുണ്ടല്ലേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ സിമ്പിളാ. തന്റെ എല്ലാവിധ വിളച്ചിലുകളും ഇതോടെ നിർത്തണം. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ. നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം. ഇവർക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന വരെ. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയ വിശ്വാസ് ഇവിടെ പറഞ്ഞുവിടാൻ. മര്യാദക്ക് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. വേണ്ട, എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ച് തരാൻ അറിയണ്ടല്ല. ഈ പാവങ്ങളെ ഓർത്തിട്ടാ.